ഒരു മാസത്തിലധികം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനൊടുവിൽ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലേക്ക് 1,94,000-ലധികം വോട്ടർമാർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിധിയെഴുതും. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉൾപ്പെടെ ഇന്ന് പൂർത്തിയാക്കിയിരുന്നു. പാലക്കാട് നിന്നും സിജു കണ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, ഒരു മാസത്തിലേറെ നീണ്ട പ്രചാരണങ്ങൾക്കൊടുവിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊടുവിൽ പാലക്കാട് നാളെ പോളിംഗ് ബൂത്തിലെത്തുകയാണ്. പാലക്കാട് മണ്ഡലത്തിലെ 17ാമത് തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. പാലക്കാട് മണ്ഡലത്തിൽ ആദ്യമായി നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുമാണ് നാളെ നടക്കാനിരിക്കുന്നത്. ജനങ്ങളെല്ലാം തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു. വലിയ രാഷ്ട്രീയ വിഷയങ്ങളാണ് കഴിഞ്ഞ ഒരു മാസത്തിലധികം 34 ദിവസത്തിലധികം ചർച്ച ചെയ്തത്. വലിയ ചർച്ചയ്ക്ക്, കേരളമാകെ നോക്കിക്കാണുന്ന ചർച്ചയ്ക്ക് ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സാക്ഷിയായിരുന്നു. മുഖ്യമന്ത്രി, മന്ത്രിമാർ, അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, ദേശീയ നേതാക്കളെല്ലാം തന്നെ ഈ സജീവ ചർച്ചയുടെ ഭാഗമായി പാലക്കാടൻ ചൂടിനൊപ്പം വലിയ രാഷ്ട്രീയ ചൂടേറ്റിക്കൊണ്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞു പോയത്. രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്യ പ്രചാരണം കഴിഞ്ഞ ദിവസം അവസാനിച്ചിരുന്നു. വലിയ കലാശക്കൊട്ടോടുകൂടിയാണ് ഈ പ്രചാരണത്തിൻ്റെ ആവേശമെല്ലാം നിറച്ച കലാശക്കൊട്ടോടുകൂടിയാണ് ഈ കഴിഞ്ഞ ദിവസം പ്രചാരണം സമാപിച്ചത്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമായിരുന്നു. ഈ വലിയ മത്സരം നടക്കുന്നു എന്നതിനാൽ തന്നെ നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസവും സ്ഥാനാർത്ഥികൾ വലിയ തിരക്കിലായിരുന്നു. നേരിട്ട് വോട്ടർമാരെ കണ്ടുകൊണ്ട് അവസാന വട്ടം വോട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. ഒരു വോട്ടെങ്കിൽ ഒരു വോട്ട് അവസാന നിമിഷം ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ ഭാഗമായത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ താമസ സ്ഥലമായ ഈ ചിന്താ നഗറിനടുത്തുകൊണ്ട് 88ാം ബൂത്തിൽ നിന്നാണ് ഈ നിശബ്ദ പ്രചാരണത്തിൻ്റെ ഭാഗമായി വീട് കയറിയിറങ്ങി വോട്ട് ചോദിച്ചത്. ചിഹ്നം പരിചയപ്പെടുത്തി ഉൾപ്പെടെ ജനങ്ങളുമായി സംവദിച്ച് മുന്നോട്ട് പോയത്. പിന്നീട് കണ്ണാടി, മാത്തൂർ, പിരായിരി, പാലക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള മേഖലകളിൽ രാത്രി വൈകിയും വോട്ടർമാരെ കാണുകയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനും NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും ഇന്ന് നേരിട്ട് വോട്ടർമാരെ കണ്ടുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന സജീവമായ തിരക്കിലാണ്. ഈ രാത്രി അവസാനിക്കുമ്പോൾ നാളെ രാവിലെ 7 മണി മുതൽ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. വലിയ ചർച്ചകൾ, കോൺഗ്രസിനകത്തെ തമ്മിലടി, അതോടൊപ്പം തന്നെ കോൺഗ്രസും BJPയും ഡീൽ തുടങ്ങിയ വിഷയം, NDAക്കകത്തെ പടലപ്പിണക്കങ്ങൾ, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറിയത്, കോൺഗ്രസിനകത്ത് നിന്ന് നിരവധി പേർ കോൺഗ്രസ് BJP ഡീൽ ആരോപിച്ചുകൊണ്ട് പുറത്തു വന്നത്, ഇങ്ങനെ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. കേരളമാകെ ഒന്നാകെ ഉറ്റുനോക്കുകയായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്. അതോടൊപ്പം തന്നെ വലിയ പ്രചാരണത്തിൽ വലിയൊരു വിഷയമായി വന്നത് വികസനമായിരുന്നു. പാലക്കാടിൻ്റെ വികസന മുരടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പാലക്കാട്ടെ വോട്ടർമാർക്ക് മുന്നിലേക്ക് മുന്നണികൾ വച്ചിട്ടുണ്ട്. അതെല്ലാം ഏത് രീതിയിൽ വോട്ടർമാർ ഉൾക്കൊണ്ടു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നാളെ വ്യക്തത വരും. ഏതായാലും പാലക്കാടൻ ജനത തീരുമാനിച്ചു കഴിഞ്ഞു ആരെ വിജയിപ്പിക്കണമെന്ന്. വലിയൊരു മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നു എന്നാണ് ഇടതുപക്ഷം ആദ്യഘട്ടം മുതൽ പറഞ്ഞത്. മണ്ഡലം UDFന് നിലനിർത്താൻ കഴിയുമെന്നുൾപ്പെടെയുള്ള ചോദ്യവുമായാണ് UDF ക്യാമ്പിൽ നിൽക്കുന്നത്. ആദ്യഘട്ടം മുതൽ പ്രചാരണത്തിലുള്ള മേൽക്കൈ അതേപടി നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് LDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നത്. കഴിഞ്ഞ ദിവസം കലാശക്കൊട്ടിലുൾപ്പെടെ ആ മേൽക്കൈ നിലനിർത്താൻ കഴിഞ്ഞു. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം നിലവിൽ പൂർത്തിയാക്കിയിട്ടുണ്ട്. 184 ബൂത്തുകളാണ് ആകെയുള്ളത്. അതിൽ 4 ഓക്സിലറി ബൂത്താണ്. അങ്ങനെയെങ്കിൽ 180 ബൂത്തുകളാണ് പാലക്കാട് ഉള്ളത്. പാലക്കാട് മുനിസിപ്പാലിറ്റി, മാത്തൂർ, കണ്ണാടി, പിരായിരി പഞ്ചായത്തുകളിലാണ് ഈ ബൂത്തുകളുള്ളത്. ബൂത്തുകളിലെല്ലാം തന്നെ സജ്ജീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് സാധന സാമഗ്രികൾ, ഉപകരണങ്ങളെല്ലാം തന്നെ വിതരണം ചെയ്ത് എല്ലാ ബൂത്തുകളിലും ഉദ്യോഗസ്ഥന്മാർ എത്തിക്കഴിഞ്ഞു. ബൂത്തുകളിൽ വലിയ സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. 7 ബൂത്തുകളാണ് പ്രശ്നബാധിത ബൂത്തുകളായി കണ്ടെത്തിയിട്ടുള്ളത്. ഇനി വോട്ടർമാരുടെ ഒരു കണക്കിലേക്ക് പോകാം. വോട്ടർമാർ 1,94,706 വോട്ടർമാരാണ് പാലക്കാട് മണ്ഡലത്തിലാകെ ഉള്ളത്. ഇതിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. 1,290,000 സ്ത്രീ വോട്ടർമാരാണ്. 85 വയസ്സിന് മുകളിൽ 2,306 പേരുണ്ട്. ഭിന്നശേഷിക്കാർ 890 പേരുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സ് 4 പേരുണ്ട്. കന്നി വോട്ടർമാർ 2,445 പേർ. കന്നി വോട്ടർമാർ വളരെ പ്രധാനപ്പെട്ടതാണ്. പാലക്കാടിനെ പോലെ ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് വളരെ പ്രധാനം. 2,500ഓളം കന്നി വോട്ടർമാർ കൂടിയുണ്ട്. ഏതായാലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗിനായി എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത്. വലിയ സുരക്ഷ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട്. പോലീസും അർദ്ധസൈനിക വിഭാഗങ്ങളും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുരക്ഷയൊരുക്കും. അസിത, സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു മാസം നീണ്ട ആവേശ പ്രചാരണത്തിനൊടുവിലാണ് പാലക്കാട് നാളെ ജനവിധി എഴുതുക.